ഹായ് ഫ്രണ്ട്സ്, ഹെൽത്തി ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു അടിപൊളി മത്തിക്കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1/2 കിലോ മത്തിയാണത്, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയാണ്. അതിലേക്ക് പിന്നെ ഒരു മീഡിയം വലിപ്പമുള്ള ഉള്ളി, 3 പച്ചമുളക്, 2 തക്കാളി, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം നന്നായി അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുക. എന്നതിന് ശേഷം ഒരു പാത്രത്തിൽ ചെറിയൊരു എള്ളുണ്ടേൻ്റെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം അടുപ്പത്ത് ചട്ടി വെച്ച് ചൂടാക്കി ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അര ടീസ്പൂൺ ഉലുവ ഇട്ട് അതൊന്ന് നന്നായി ചൂടായതിന് ശേഷം അതേപോലെ 1/2 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ട് കൊടുക്കുക. അത് നന്നായി ചൂടായി വരുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ചതുക്കി വെച്ചതുണ്ട്, അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കുക. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ചീന്തിയത് ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ച ഉള്ളിയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വാടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് അത് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് വാടിയതിന് ശേഷം എടുത്ത് വീണ്ടും തക്കാളി ഇട്ട് നന്നായി ഇളക്കി അതുപോലെ വീണ്ടും അടച്ച് വയ്ക്കുക. തക്കാളിയും കൂടെ ചേർന്ന് വെന്തതിന് ശേഷം അതിലേക്ക് മസാലകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇവയെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി പച്ചമണം പോകുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് വെള്ളം അതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളം കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അത് പാകത്തിനാക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് പാകം നോക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നാൽ വാരിയിടരുത്, ഉടഞ്ഞു പോകും. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി അടച്ച് വെച്ച് നന്നായി തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടിപൊളി മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.